ഹലോ, ഇന്ന് നല്ല കുറുകിയ ചാറോട് കൂടിയിട്ടുള്ള ഒരു ചെമ്മീൻ കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ചെമ്മീൻ കറിക്ക് വേണ്ടിയിട്ട് തേങ്ങ അരക്കുകയോ തേങ്ങാപ്പാലോ ഒന്നിൻ്റെ ആവശ്യമില്ല. വളരെ എളുപ്പത്തിൽ നല്ല ടേസ്റ്റോട് കൂട്ടിയിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കാം. ഇതെങ്ങനെ തയ്യാറാക്കാം എന്ന് നോക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇത് ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണിൻ്റെ അടുത്ത് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ ഒരു 3/4 ടീസ്പൂണ് വലിയ ജീരകമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി ഇതിലേക്ക് ഒരു വലിയ ടീസ്പൂണ് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് ഒരു 1/2 കപ്പോളം ചെറിയ ഉള്ളിയാണ് ചേർക്കുന്നത്. ഇപ്പോൾ ചെറിയ ഉള്ളിക്ക് പകരമായിട്ട് വലിയ ഉള്ളി എടുക്കാം, അതല്ലെങ്കിൽ രണ്ടും ഈക്വൽ എമൗണ്ടിൽ എടുത്താലും മതി. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ചെറിയ ഉള്ളി മാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതൊന്ന് പെട്ടെന്ന് വാടിക്കിട്ടാൻ വേണ്ടിയിട്ട് കുറച്ച് ഉപ്പ് കൂടെ ചേർക്കുന്നുണ്ട്. ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ ഒരു വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. ഈ തക്കാളി ഒന്ന് വാടി വരുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ തക്കാളി പെട്ടെന്നൊന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്കിതൊന്ന് അടച്ചു വെച്ച് കൊടുക്കാം. 1 മിനിറ്റൊക്കെ ഒന്ന് കുക്ക് ചെയ്തെടുത്താൽ മതി, പെട്ടെന്ന് തന്നെ വാടിക്കിട്ടും. അപ്പോൾ ആ തക്കാളിയൊക്കെ ഒന്ന് വാടി വന്നിട്ടുണ്ട്. നമുക്കിത് ഒരുപാട് അങ്ങ് വഴറ്റിയെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഇതെല്ലാം ഒന്ന് അരച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ഈ പരുവാകുമ്പോൾ നമുക്കിത് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒന്ന് ചൂടാറിയതിന് ശേഷം അരച്ചെടുത്തിട്ട് ഒന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് തന്നെ മറ്റൊരു ചെറിയ കടായി എടുത്തിട്ട് ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും അതുപോലെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി, ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്തിട്ട് ഒന്ന് വറുത്തെടുക്കുന്നുണ്ട്. അപ്പോൾ വറുത്തെടുക്കുന്ന സമയത്ത് തീ നന്നായിട്ട് കുറച്ചിട്ട് വേണം വറുത്തെടുക്കാൻ. പൊടികളായതുകൊണ്ട് തന്നെ പെട്ടെന്ന് കരിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് ഇതിൻ്റെ ഒരു റോസ് സ്മെല്ലൊക്കെ ഒന്ന് പോകുമ്പോൾ നല്ലൊരു മണം വരുന്ന സമയത്ത് നമുക്കിതിൻ്റെ തീ ഓഫ് ചെയ്ത് ഇതൊന്ന് മാറ്റി വെക്കാം. ഈ സമയത്ത് ഞാനിപ്പോൾ ഉള്ളിയൊക്കെ വഴറ്റി അതേ ചട്ടിയിൽ തന്നെ കുറച്ചുകൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. ഒരു 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിക്കുന്നുണ്ട്. ഇതൊന്ന് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ടിട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കാം. കടുകൊന്ന് നന്നായിട്ട് പൊട്ടി വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് ഒരു 3/4 ടീസ്പൂൺ ഉലുവ ചേർക്കുന്നുണ്ട്. ഉലുവക്ക് പകരമായിട്ട് ഉലുവാപ്പൊടി ഉണ്ടെങ്കിൽ അത് ലാസ്റ്റ് കറിക്ക് ചേർത്ത് കൊടുത്താലും മതി. ഇനിയിപ്പോൾ കുറച്ചുകൂടി ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്തിട്ടുണ്ട്. ഇത് ഓപ്ഷണലാണ്. നമ്മൾ ആദ്യം ഉണ്ടാക്കി വെച്ചതിൻ്റെ ബാക്കിയുണ്ടെങ്കിൽ അത് ഇട്ട് കൊടുത്താലും മതി. ഇതിലേക്ക് കുറച്ച് കറിവേപ്പില അതുപോലെ പച്ചമുളക് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ചെമ്മീനാണ് ഇട്ട് കൊടുക്കേണ്ടത്. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി ഡീവൈൻ ചെയ്തെടുത്ത് ചെമ്മീനാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഇതൊന്ന് വഴറ്റി കൊടുക്കാം. ഈ സമയത്ത് നമ്മൾ അരച്ചു വെച്ച അരപ്പുണ്ടല്ലോ അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് അരച്ചെടുക്കണം. നല്ല തരിയൊന്നും ഇല്ലാതെ തന്നെ നല്ല സ്മൂത്തായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ വറുത്ത് മാറ്റി വെച്ച പൊടികൾ ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ മുളക് പൊടി ചേർക്കുന്ന സമയത്ത് കാശ്മീരി മുളക് പൊടിയൊക്കെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് നല്ല കളർ കിട്ടും. ഞാനിപ്പോൾ ഇത് സാധാ മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി ഇതിലേക്ക് കുറച്ചുകൂടെ ചാറ് വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കുറച്ചുകൂടെ വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് നമ്മൾ ഉപ്പ് തീരെ ഇട്ടിട്ടില്ല, അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഇതിലേക്ക് ചേർക്കാനുള്ളത് പുളിയാണ്. ഞാനിപ്പോൾ ഇത് പുളിവെള്ളമാണ് ചേർത്ത് കൊടുക്കുന്നത്. ഇതിന് പകരമായിട്ട് കുടംപുളി ഉണ്ടെങ്കിൽ ഒരു 2 കഷ്ണം കുടംപുളി ഇട്ട് കൊടുത്താലും മതി. ഇനി ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ ഇതിൻ്റെ ഇടയിലായിട്ടിട്ട് ഒന്ന് തുറന്ന് നോക്കിയിട്ട് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അടിയിൽ പിടിക്കാനുള്ള സാധ്യതയുണ്ട്. എന്നിട്ട് വീണ്ടും അടച്ചു വെച്ചിട്ട് ബാക്കി സമയം കൂടെ ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. എണ്ണയൊക്കെ തെളിഞ്ഞ് വരുന്ന സമയത്ത് നമുക്കിതിലേക്ക് കുറച്ചുകൂടെ കറിവേപ്പില അതുപോലെ പച്ച വെളിച്ചെണ്ണ ഇഷ്ടമുള്ളവർക്ക് അതുകൂടെ ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ കുറച്ച് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഉടനെ തന്നെ സെർവ് ചെയ്യരുത്. ഒരു 10 മുതൽ 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്യുകയാണെങ്കിൽ നല്ല ടേസ്റ്റിൽ കിട്ടും. ഇപ്പോൾ ഇതാ ഞാനൊരു 15 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷമാണ് ഇതൊന്ന് ഇളക്കി നോക്കുന്നത്. നന്നായിട്ട് ഒന്നുകൂടെ ചാറൊക്കെ ഒന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇത് ഇരിക്കും തോറും നന്നായിട്ട് തന്നെ കുറുകി വരും. അപ്പോൾ ഇതാ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ചെമ്മീൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം.